ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാൻഡിൽ സ്റ്റിക്സ് ആണ് മർബോസു കാൻഡിൽ സ്റ്റിക്സും സ്പിന്നിംഗ് ടോപ്പ് കാൻഡിൽ സ്റ്റിക്സ് പാറ്റേണുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മർബോസു കാൻഡിൽ സ്റ്റിക്സ് ബുള്ളിഷ് മർബോസു ഉണ്ട്, ബിയറിഷ് മർബോസു ഉണ്ട്. ബുള്ളിഷ് ആയിക്കോട്ടെ ബിയറിഷ് ആയിക്കോട്ടെ, മർബോസു എപ്പോഴും ഒരു സ്ട്രോങ് മൊമെന്റമാണ് എപ്പോഴും സൂചിപ്പിക്കുന്നത്. ബുള്ളിഷ് മർബോസുവിൽ ഏറ്റവും കൂടുതൽ ബയേഴ്സും ബിയറിഷ് മർബോസിൽ ഏറ്റവും കൂടുതൽ സെല്ലേഴ്സുമാണ് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊരു ബോഡി മാത്രമായിട്ട് നിൽക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എപ്പോഴും ഓപ്പൺ ആവുന്നത് ഇവിടെയാണ്. അതിനുശേഷം ഇതാണ് അതിന്റെ ഓപ്പൺ. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. മാർക്കറ്റ് ഈ ഒരു പോയിന്റ് വെച്ച് ക്ലോസ് ചെയ്യുന്നു. ഇതിനെന്താണ് വിക്ക് ഷാഡോ ഇല്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു ലെവലിൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് പോകുന്നത്. ഈ ഒരു പോയിന്റിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അത് സൂചിപ്പിക്കുന്നത് മാർക്കറ്റിൽ ഹ്യൂജ് ബൈയിങ് ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്. ഒരു ബൈയിങ് സിഗ്നലാണ് എപ്പോഴും മർബോസു തരുന്നത്. അതേപോലെ തന്നെയാണ് ബിയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത് ഇവിടെയും, താഴേക്ക് വന്നു മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഇവിടെയും, ക്ലോസ് ആവുന്ന ഈ ഒരു പോയിന്റ്. ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോയി റീടെസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ദിക്കുകളൊന്നും കാണാത്തത്. എപ്പോഴും ഒരു സ്ട്രോങ് ക്യാൻഡിൽസ് ആണ് മർബോസു ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞ സ്ട്രോങ് ബൈയും റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞ സ്ട്രോങ് സെല്ലിങ്ങും ആണ് സൂചിപ്പിക്കുന്നത്. അടുത്ത കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ ആണ് സ്പിന്നിംഗ് ടോപ്പ് കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ. എപ്പോഴും സ്പിന്നിംഗ് ടോപ്പ് എന്ന് പറയുന്നത് സ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പരത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇവിടെയും ആൾമോസ്റ്റ് ഈക്വൽ ലെവലിലായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു സ്പിന്നിംഗ് ടോപ്പ് എന്ന് വിളിക്കുന്നത്. എപ്പോഴും സ്പിന്നിംഗ് ടോപ്പ് കാൻഡിൽസുകൾ ഇൻഡിസിഷൻ ആയിരിക്കും കാണിക്കുന്നത്. മാർക്കറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, ഐഡന്റിഫൈ ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നെക്സ്റ്റ് ക്യാൻഡിൽ കൺഫേം ചെയ്തിട്ട് വേണം മാർക്കറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ സ്പിന്നിംഗ് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിസിഷൻ കാൻഡിൽസ് ആയിരിക്കും. ട്രെൻഡ് എപ്പോഴും റിവേഴ്സ് ആവാനുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി സേവ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.